നമസ്കാരം. ഇത് രാജീവാണ്, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നില്ല. CS മാത്രം പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണിത്. ഇവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് പേഴ്സണലൈസ്ഡ് കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഒറ്റപ്പാലം ആത്താണുള്ളത്. വരിക്കാശ്ശേരി മലയുടെ തൊട്ടു പുറകിലാണുള്ളത്. ടൗണിൻ്റെയൊക്കെ തിരക്കുകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് എന്നാൽ ടൗണിൻ്റെ എല്ലാ ഗുണങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് താമസ സൗകര്യം അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗുരുകുലം പ്രവർത്തിക്കുന്നത്. 20 കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത്. 20 പേരെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. CS എക്സിക്യൂട്ടീവിനും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS പ്രൊഫഷണലിനും ഇവിടെ ക്ലാസ്സുകളുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നൊരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടാണ് ഈ +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലാത്ത കുട്ടികൾ ഈ കോഴ്സിലേക്ക് കടന്നു വരുന്നത്. ഓരോ വർഷത്തിലും 4 പ്രാവശ്യമാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഈ 4 ഏത് എൻട്രൻസ് പാസ്സായാലും ഈ 4 എൻട്രൻസുകളും നമുക്ക് അപ്പിയർ ചെയ്യാം. ഈ ഒരു എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലായിട്ടുള്ള എക്സിക്യൂട്ടീവ് എന്ന ലെവലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ യോഗ്യരായിട്ട് മാറും. അങ്ങനെ നമ്മൾ CS എക്സിക്യൂട്ടീവ് എടുക്കുന്ന സമയത്ത് CS എക്സിക്യൂട്ടീവിൽ 2 ഗ്രൂപ്പാണുള്ളത്. ഒരു വർഷം കൊണ്ട് നമുക്ക് 7 പേപ്പർ പഠിച്ച് പാസ്സാകാവുന്നതാണ്. അത് കഴിഞ്ഞാൽ 21 മാസത്തെ ട്രെയിനിങ്, അവിടെയും 7 പേപ്പറുണ്ട്. അതും കൂടി പാസ്സാവുകയാണെങ്കിൽ കമ്പനി സെക്രട്ടറി ആയി. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജൂലൈ 2024 മെയ് 2024 നടന്ന CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. ധാരാളം കുട്ടികൾ പാസ്സായി, കുറച്ചധികം കുട്ടികൾ തോൽക്കുകയും ചെയ്തിട്ടുണ്ടാകാം. കാരണം +2 പരീക്ഷയുടെ ഇടയിൽ വളരെ വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ട് എനിക്കിതാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ചിലരൊക്കെ തോറ്റിട്ടുണ്ടാകാം. മനസ്സിലാക്കുക, ഇത് വളരെ വലിയ ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ഗോയിങ് ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കരുത്. അപ്പൊ ജയിച്ച കുട്ടികൾ എന്ത് ചെയ്യണം, തോറ്റ കുട്ടികൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് 2024 ജയിച്ച കുട്ടികൾ ഒരു ദിവസം പോലും പാഴാക്കാതെ CS എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ ഡിസംബറിൽ എക്സിക്യൂട്ടീവിന്റെ 4 പേപ്പറുകൾ എഴുതാവുന്നതാണ്. അടുത്ത ജൂണിൽ 3 പേപ്പർ എഴുതാവുന്നതാണ്. ഇൻ ടോട്ടൽ ഒരു വർഷം കൊണ്ട് അവർക്ക് ഈ കോഴ്സിന്റെ 2ാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് 2024 പാസ്സായ കുട്ടികൾ എത്രയും പെട്ടെന്ന് അവരുടെ CS എക്സിക്യൂട്ടീവിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് 2024 തോറ്റ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇനി CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടോ? മനസ്സിലാക്കുക, ഈ ഒരൊറ്റ എൻട്രൻസ്, അതായത് മെയ്യിലെയും ജൂലൈയിലെയും എൻട്രൻസ് ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെയ്യിൽ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൂലൈയിൽ പാസ്സാകാൻ വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂലൈയിൽ എൻട്രൻസ് പാസ്സായാലും ഈ ഡിസംബറിൽ 2024 ഡിസംബറിൽ നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ പരീക്ഷ, CS എക്സിക്യൂട്ടീവിന്റെ ഒരു മോഡ്യൂൾ പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. അതുകൊണ്ട് ഒരിക്കലും ഭയങ്കരമായിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ഈ കോഴ്സ് വേണോ വേണ്ടോ, ഞാൻ വേറെ വല്ല കോളേജിൽ അപ്ലൈ ചെയ്യണോ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. കാരണം കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ ഒരു വളരെ വലിയ ലെവലിൽ നിങ്ങൾ എത്തിക്കാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കിതൊരു അവസരമാണ്.
അഥവാ നിങ്ങൾ ജൂലൈയിൽ എൻട്രൻസ് പാസ്സായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ മെയ്യിൽ പഠിച്ച പരീക്ഷ എഴുതി പാസ്സായ കുട്ടികളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത ലെവൽ പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ ഒട്ടും വിഷമിക്കരുത്. കാരണം ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? പരാജയങ്ങളെ നേരിട്ട് മുന്നേറുകയാണ് ചെയ്തിട്ടുള്ളത്. പരാജയപ്പെടുന്ന സമയത്ത് ഇത് എറ്റേണൽ അല്ല, ഇത് അവസാന വാക്കല്ല, എന്റെ ശ്രമം ഒന്നും കൂടി തുടരുകയാണെങ്കിൽ ഞാൻ പാസ്സാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നേറുന്നവനാണ് വിജയിക്കുന്നത്. കാരണം നിങ്ങളെ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പൊസിഷനിൽ എത്തിക്കാൻ ഒരു ചെറിയൊരു എഫേർട്ട് കൊണ്ട് സാധിക്കില്ല. അതിൻ്റെതായിട്ടുള്ള വേദനകൾ നമ്മൾ അനുഭവിക്കണം, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കണം. അപ്പൊ കമ്പനി സെക്രട്ടറി പരീക്ഷ, കമ്പനി സെക്രട്ടറി എൻട്രൻസ് ടെസ്റ്റ്, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ്യിൽ തോറ്റവര് എന്താ ചെയ്യണ്ടേ? ഉടനെ തന്നെ ജൂലൈയിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക. ജൂലൈയിൽ പരീക്ഷ എഴുതുക, പാസ്സാകുക. ഡിസംബറിൽ ഒരു മോഡ്യൂൾ CS എക്സിക്യൂട്ടീവ് പരീക്ഷ എഴുതുക. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ അർത്ഥ ഗുരുകുലം ക്ലാസ്സുകൾ, CS എക്സിക്യൂട്ടീവിനുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ജൂൺ 17 അടുത്ത ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈയിൽ എൻട്രൻസ് എഴുതുന്നവർക്കും ആവശ്യമാണെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആദ്യം വരുന്ന 20 പേർക്കാണ് അഡ്മിഷൻ ഉള്ളത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ 20 പേർക്ക്. ഇത് നിങ്ങളുടെ ജീവിതമാണ്, സ്വപ്നം നിങ്ങളുടേതാണ്, അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങൾക്കാണ്, തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവ്, സൈനിങ് ഓഫ്.